പൂവത്തൂർ സെന്റ് ആന്റണീസ് യു.പി. സ്കൂളിന്റെ വാർഷിക റിപ്പോർട്ട്. കിഴക്കിന്റെ പാതുവയുടെ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ പരിപാലനയിൽ ഒരു ശതവർഷക്കാലം ഈ നാടിന്റെ സർവതോമുഖമായ ഉന്നമനത്തിന്റെ അത്യുന്നത ശൃംഗത്തിൽ വിരാജിക്കുന്ന പൂവത്തൂർ സെന്റ് ആന്റണീസ് അപ്പർ പ്രൈമറി സ്കൂളിന്റെ 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. അക്ഷരദീപത്തിന്റെ പ്രകാശപ്പൊലിമയോടെ വർണ്ണാഭമായ തോരണങ്ങളും വർണ്ണശബളമായ ബലൂണുകളും നിറഞ്ഞ സ്കൂൾ അങ്കണത്തിലേക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തിയ നവാഗതരായ കുരുന്നു പ്രതിഭകൾക്ക് കാർട്ടൂണിന്റെ താരപരിവേഷമായ ഡൊണാൾഡ് ഡക്ക് മധുരം നൽകി സ്വീകരിച്ചു. 2025 ജൂൺ 2 സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറിയ എളവള്ളി ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവത്തിന് സ്കൂൾ പ്രധാന അധ്യാപകൻ A.D. സാജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അന്നേ ദിവസം 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അക്ഷരത്തൊപ്പികൾ നൽകിയും പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തും അവരെ സ്വാഗതം ചെയ്തു. കൂടാതെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടികൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് പച്ചക്കറികൾ കൊണ്ടുവരുന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് ജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനായി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ 4 വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. കുട്ടികൾക്കായി മുന്തിരിത്തൈ വിതരണവും മത്സരങ്ങളും നടത്തുകയും ചെയ്തു. ജൂൺ 13 സെന്റ് ആന്റണീസ് ഡേ പൂർവ്വ അധ്യാപകരുടെ സംഗമത്തോടുകൂടി വിപുലമായി തന്നെ നടത്തുകയുണ്ടായി. അന്നേ ദിവസം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി പുവർ ബോക്സ് പരിപാടിക്ക് തുടക്കം കുറിച്ചു. കുട്ടികൾക്കായി അന്നേ ദിവസം മധുര വിതരണവും നടത്തി. ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര കലാപരിഷത്ത് വായനശാല പൂവത്തൂരിലെ പ്രസിഡന്റ് ദേവദാസ് മാസ്റ്റർ കുട്ടികൾക്ക് വായനാ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തു. കൂടാതെ LP UP തലത്തിൽ നിരവധി വായനാ മത്സരങ്ങളും നിർമ്മാണ മത്സരങ്ങളും നടത്തി. വിദ്യാലയത്തിന്റെ തനതു പ്രവർത്തനങ്ങളായ ഡെയിലി ക്വിസ്, മെഗാ ക്വിസ്, ഡാൻസ് ക്ലാസ്, പത്രപ്രദർശന ചുമർ, സ്കൂൾ തല ശാസ്ത്ര കലാമേള, 5 ഭാഷകളിലുള്ള അസംബ്ലി, മാസ് ഡ്രിൽ എന്നിവയും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തിവരുന്നു. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനത്തിന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആതുര സേവന രംഗത്ത് നിസ്തുലമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വിദ്യാലയത്തോടൊപ്പം എന്നും ചേർന്ന് പ്രവർത്തിക്കുന്ന PA സേതു മുഹമ്മദ് ഡോക്ടറെ ആദരിക്കുകയുണ്ടായി. ഡോക്ടർ കുട്ടികൾക്കായി പായസം വിതരണം ചെയ്യുകയും ചെയ്തു. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ബഷീർ കഥാപാത്രങ്ങളുടെ അവതരണവും ബഷീർ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്കിറ്റും സംഘടിപ്പിച്ചു. സ്കൂൾ ഇലക്ഷൻ, ചാന്ദ്രദിനം, ഓസോൺ ദിനം, ലഹരി വിരുദ്ധ ദിനം, ഹിന്ദി ദിവസം എന്നിവയെല്ലാം വിപുലമായ പരിപാടികളോടെ തന്നെ ആചരിക്കുകയുണ്ടായി. ജൂലൈ 30 ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ 1 വയസ്സുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തിരികൾ കത്തിച്ചുപിടിച്ച് അനുശോചനം രേഖപ്പെടുത്തി. ജൂലൈ 31 PTA ജനറൽ ബോഡി യോഗം നടത്തുകയുണ്ടായി. അന്നേ ദിവസം SSLC, +2, USS വിഭാഗത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തുകയുണ്ടായി. ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം നടന്ന സ്വാതന്ത്ര്യദിന ഘോഷയാത്രയ്ക്ക് ഹെഡ്മാസ്റ്റർ, അധ്യാപകർ, PTA, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കള മത്സരം, മലയാളി മങ്ക, വടംവലി, സ്കൂൾ അങ്കണത്തിൽ ഊഞ്ഞാലാട്ടം എന്നിവ സംഘടിപ്പിച്ചു. മലയാളി മങ്കമാരോടൊപ്പം മാവേലി ഓണപ്പൂക്കളം കാണാനെത്തിയത് കുട്ടികൾക്ക് വളരെ കൗതുകമായിരുന്നു. PTA-യുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിപുലമായ ഓണസദ്യ നടത്തുകയും ചെയ്തു. സ്കൂൾ തല സ്പോർട്സ് ദിനത്തോടനുബന്ധിച്ച് 4 ഹൗസുകളായി നടത്തിയ കായിക മാമാങ്കത്തിന് എല്ലാ വിദ്യാർത്ഥിനികളും ഒന്നിനൊന്ന് മികവ് പുലർത്തി. അതിൽ നിന്നും തിരഞ്ഞെടുത്ത കായിക പ്രതിഭകളെ സബ് ജില്ലാ തലത്തിൽ മത്സരത്തിന് വാർത്തെടുക്കുന്നതിൽ അധ്യാപകർ അക്ഷീണം പ്രയത്നിച്ചതിന്റെ ഫലമായി സ്കൂളിന്റെ നാമധേയമുള്ള മനോഹരമായ നീല ജേഴ്സിയിൽ ഇറങ്ങിയ സെന്റ് ആന്റണീസിന്റെ ചുണക്കുട്ടികൾ വളരെ ഉന്നത വിജയം നേടുന്നതിൽ ഒന്നിനൊന്ന് മികവ് തെളിയിച്ചു.
ഉപജില്ലാതലത്തിൽ 80 മീറ്റർ ഹഡിൽസിൽ ഹനാൻ NK എന്ന വിദ്യാർത്ഥിനിക്കും 200 മീറ്റർ റേസിൽ അഷ്ടമി MA എന്ന വിദ്യാർത്ഥിനിക്കും ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, റവന്യൂ ജില്ലാതലത്തിൽ ഈ 2 വിഭാഗത്തിലും 3ാം സ്ഥാനം നേടാൻ കഴിഞ്ഞു എന്നതും സെന്റ് ആന്റണീസ് UP സ്കൂളിനെ സംബന്ധിച്ച് മറ്റൊരു പൊൻതൂവലാണ്. വിജയികളുമായി നടത്തിയ പ്രൗഢഗംഭീരമായ ഘോഷയാത്രയോടുകൂടി കായിക മാമാങ്കത്തിന്റെ തിരശീല വീണു. ശിശുദിനത്തിനെ വരവേറ്റുകൊണ്ട് ഒക്ടോബർ 29-ാം തീയതി അങ്കണവാടി കുട്ടികൾക്കായി അങ്കണപ്പൊലിമ എന്നൊരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അന്നേ ദിവസം കുട്ടികൾക്കായി ഫാൻസി ഡ്രസ് മത്സരം, പുഞ്ചിരി മത്സരം, വിവിധതരം ഗെയിമുകൾ എന്നിവ നടത്തി. നവംബർ 14 ശിശുദിനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അന്നേ ദിവസം സ്പെഷ്യൽ അസംബ്ലിയിൽ ചാച്ചാജി സന്ദേശം നൽകി. കുട്ടികൾ ചാച്ചാജിയുടെ വേഷം ധരിച്ചും തൊപ്പിവെച്ചും ശിശുദിന റാലിയിൽ പങ്കെടുത്തു. ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ അങ്കണപ്പൊലിമയുടെയും ശിശുദിന മത്സരങ്ങളുടെയും സമ്മാനങ്ങളും വിതരണം ചെയ്തു. എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് വിസിറ്റ് ഈ വർഷവും നടത്തുകയുണ്ടായി. വിസിറ്റിന്റെ ഭാഗമായി പ്രധാന അധ്യാപകർ അടങ്ങുന്ന ഒരു ടീം നമ്മുടെ വിദ്യാലയം സന്ദർശിച്ചു. വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നുണ്ടെന്നും പഠനാന്തരീക്ഷം മികവുറ്റതാണെന്നും അവർ പറയുകയുണ്ടായി. ക്ലാസ് മുറികളിൽ കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തി. കോർപ്പറേറ്റ് മാനേജറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹനാൻ അച്ഛന്റെ ഛായാചിത്രം വരയ്ക്കുകയും അത് അച്ഛനെ സമ്മാനിക്കുകയും ചെയ്തു. ഒക്ടോബർ 21, 22 തീയതികളിൽ നടന്ന ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേളയിൽ 3 ഫസ്റ്റ്, 4 സെക്കൻഡ്, 17 A ഗ്രേഡ്, 14 B ഗ്രേഡ്, 12 C ഗ്രേഡ് എന്നിവ നേടി ചാവക്കാട് ഉപജില്ലാ തലത്തിൽ 133 പോയിന്റ് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നത് വളരെ അഭിമാനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. വാശിയേറിയ ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ 100ഓളം സ്കൂളുകളോട് മത്സരിച്ച് UP ജനറൽ വിഭാഗത്തിൽ 4ാം സ്ഥാനവും സംസ്കൃത കലോത്സവത്തിൽ 4ാം സ്ഥാനവും കരസ്ഥമാക്കാൻ സാധിച്ചു. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നുമുള്ള 80ഓളം കുട്ടികളുടെ പ്രകടനം എല്ലാവരുടെയും കണ്ണിനെ കുളിർമയണിയിക്കുന്നതായിരുന്നു. സോഷ്യൽ മീഡിയയിലും നമ്മുടെ വിദ്യാലയം ചർച്ചാ വിഷയമാവുകയും അനേകം ആളുകളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഏവർക്കും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ക്രിസ്തുമസിനെ വരവേൽക്കാൻ ജോയ്ഫുൾ ഗിഫ്റ്റ് എന്ന പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും PTA അംഗങ്ങളും സ്റ്റാഫ് അംഗങ്ങളും ഒത്തൊരുമിച്ച് ഒരുക്കിയ 10 ഇനങ്ങളടങ്ങിയ ഭക്ഷ്യക്കിറ്റ് 25 കുടുംബങ്ങൾക്ക് ആശ്വാസമായി. റവറന്റ് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടവക ട്രസ്റ്റിമാർ, PTA പ്രസിഡന്റ്, മദർ PTA പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സ്കൂളിലെ അധ്യാപകർ അവതരിപ്പിച്ച ഏഞ്ചലിക് വോയ്സ് എന്ന കരോൾ സോങ് വളരെ മനോഹരമായിരുന്നു. ഈ പ്രകടനം അവരുടെ കഴിവിനെയും പരിശ്രമത്തെയും തെളിയിക്കുന്നു. മികച്ച പ്രകടനത്തിന് സമ്മാനം നേടുകയും ഉണ്ടായി. ഡിസംബർ 23 സ്കൂൾ ക്രിസ്തുമസ് ദിനാഘോഷം നടത്തി. അന്നേ ദിവസം കുട്ടികൾക്കായി കരോൾ സോങ്, സാന്താ ഡാൻസ്, ലക്കി സ്റ്റാർ, ലൈവ് ക്രിബ് എന്നിവ സംഘടിപ്പിച്ചു. അന്നേ ദിവസം കുട്ടികൾക്ക് കേക്കും ബിരിയാണിയും നൽകി. ഫെബ്രുവരി 6 കുട്ടികൾക്കായി ഫുഡ് ഫെസ്റ്റ് നടത്തുകയുണ്ടായി. കുട്ടികൾ ക്ലാസ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഫുഡ് ഫെസ്റ്റ് വൻ വിജയമായി മാറുകയും ചെയ്തു. 2025-26 വർഷത്തിലെ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിതയിൽ നിന്നും അഭിമാനപൂർവ്വം നമ്മുടെ വിദ്യാലയം ഏറ്റുവാങ്ങി. നമ്മുടെ സ്കൂളിലെ പുതുചരിത്രമായ KG കൂട്ടുകാരുടെ ഗ്രാജുവേഷൻ സെറിമണി കോൺവെക്കേഷൻ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. താരനിബിഡമായ സദസ്സിൽ സ്റ്റാഫ് സെക്രട്ടറി ബ്രിൻഡോ മാസ്റ്ററുടെ സ്വാഗത പ്രസംഗത്തോടെ ആരംഭിച്ച യോഗം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കുട്ടികളുടെ നയനാനന്ദകരമായ ചടുല നൃത്ത ചുവടുകൾ സദസ്സിനെ ധന്യമാക്കി. വയലറ്റ് നിറത്തിലുള്ള ഗൗണുകൾ അണിഞ്ഞ് വരിവരിയായി നടന്നെടുത്ത കുഞ്ഞുമാലാകമാർ സെൽഫി പോയിന്റിൽ നിന്നെടുത്ത ഓർമ്മചിത്രങ്ങൾ അവരുടെ സ്വപ്നങ്ങളുടെ താളിയോലകളിൽ ഇടം പിടിച്ചു. സെന്റ് ആന്റണീസ് UP സ്കൂൾ ഞങ്ങൾക്കെന്നും തങ്കലിപികളിൽ എഴുതപ്പെട്ട ഒരിടമായി
ഞങ്ങളുടെ മനസ്സിൽ വിരാജിക്കും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ ദിനത്തിന്റെ മധുരം നുണഞ്ഞ് കുഞ്ഞു മാലാഖമാർ വീടുകളിലേക്ക് യാത്രയായി. നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്ന പുഷ്പാവതി ടീച്ചറുടെ സ്മരണാർത്ഥം 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മകൻ സജിത് ശങ്കർ ഏർപ്പെടുത്തിയ 5000 രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം ഈ വർഷവും നടത്തുകയുണ്ടായി. അദ്ദേഹത്തിനും കുടുംബത്തിനും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പഠന പ്രവർത്തനത്തിലും സെന്റ് ആന്റണീസിന്റെ കുട്ടികൾ മുന്നിൽ തന്നെ. KG വിഭാഗത്തിൽ അമേയ സ്കോളർഷിപ്പിൽ റാങ്കുകളോടുകൂടിയുള്ള ഉന്നത വിജയം നേടാൻ നമുക്ക് സാധിച്ചു. ഈയിടെ ചാവക്കാട് ഉപജില്ലയിൽ വെച്ച് നടന്ന സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിലെ 2 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നേടാൻ കഴിഞ്ഞുവെന്ന് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ. കൂടാതെ ഉറുദു ടാലന്റ് ടെസ്റ്റിൽ 4 കുട്ടികൾക്കും വിജയം നേടാൻ സാധിച്ചു. കോർപ്പറേറ്റ് സെൻട്രലൈസ്ഡ് ഇവാലുവേഷൻ സ്കോളർഷിപ്പിൽ 1ാം ക്ലാസ്സിലെ അരുണിമയും 3ാം ക്ലാസ്സിലെ ഹരിഗീതും 60% മാർക്കോടെ മികവ് തെളിയിച്ചു. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിൽ തിലകക്കുറിയായി നിലനിന്നിരുന്ന പാതുവ സ്റ്റേഡിയം ഏവരുടെയും ഓർമ്മത്താളുകളിലെ ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു. ആ പാതുവ സ്റ്റേഡിയത്തിന്റെ പുനർസൃഷ്ടിക്കായി നമുക്കേവർക്കും ഒന്നിച്ച് കൈകോർക്കാം. ആയതിന്റെ ശിലാസ്ഥാപന കർമ്മം 4/3/2026 സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. വേദിയിലെ വിശിഷ്ട വ്യക്തികൾ ഈ വിദ്യാലയത്തിൽ നിന്നും റിട്ടയർഡ് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി ഈ വിദ്യാലയത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കൾക്കും PTA ഭാരവാഹികൾക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നന്ദിയുടെ നറുമലരുകൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുന്നു.